ചക്കക്കുരു കൊണ്ട് നല്ല ക്രിസ്പി ആയിട്ടുള്ള ഒരു സ്നാക്കാണ് ഉണ്ടാക്കുന്നത്. ചക്കക്കുരുവിന് വെറുതെ കളയേണ്ട ആവശ്യമില്ല. 4 മണി ചായക്ക് നല്ലൊരു അടിപൊളി സ്നാക്ക് തയ്യാറാക്കാം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മളിവിടെ ഒരു 10-20 ചക്കക്കുരു എടുത്തിട്ടുണ്ട്. അതൊന്ന് നല്ലപോലെ കഴുകിയതിന് ശേഷം തൊലിയൊക്കെ കളഞ്ഞിട്ട് നമ്മളിത് കുറച്ച് കുക്കറിൽ വെള്ളം ഒഴിച്ചിട്ടൊന്ന് വേവിച്ചെടുക്കുന്നുണ്ട്. ആവശ്യത്തിനുള്ള ഉപ്പും ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഒരു മീഡിയം ഫ്ലെയിമിൽ ഒരു 4 വിസിൽ വരുന്നവരെ വേവിക്കുന്നുണ്ട്. തണുത്തതിന് ശേഷം നമുക്ക് മിക്സിൻ്റെ ജാറിൽ അതേ വെള്ളം തന്നെ ചേർത്തിട്ട് നല്ല പേസ്റ്റ് പോലെ അരച്ചെടുക്കാം. ഇനി ഇതിലേക്ക് നമുക്ക് ഒരു 4 ടേബിൾ സ്പൂൺ കടലമാവ് ചേർത്ത് കൊടുക്കാം. 1 ടേബിൾ സ്പൂൺ അരിപ്പൊടിയും അതുപോലെ 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1 ടീസ്പൂൺ നല്ല മുളക് പൊടിയും ചേർത്ത് കൊടുക്കുന്നുണ്ട്. അതുപോലെ ആവശ്യത്തിനുള്ള ഉപ്പും പിന്നെ കുറച്ച് കായപ്പൊടിയും ചേർത്തിട്ട് നമുക്ക് സ്പൂൺ വെച്ചിട്ട് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഈ ഒരു സമയം കയ്യിൽ നല്ലോണം ഒട്ടിപ്പിടിക്കും. അതുകൊണ്ട് ആദ്യം സ്പൂൺ വെച്ചിട്ട് വേണം മിക്സ് ചെയ്തെടുക്കാൻ. പിന്നെ നമുക്ക് കൈ വെച്ചിട്ടൊന്ന് കുഴച്ചെടുക്കാം. ആവശ്യമുണ്ടെങ്കിൽ കടലമാവ് വീണ്ടും ചേർത്ത് കൊടുക്കാം. അപ്പോൾ കയ്യിലിങ്ങനെ പറ്റിപ്പിടിക്കുന്നതാണെങ്കിൽ നിങ്ങൾക്ക് എണ്ണ ചേർക്കാം. അപ്പോൾ നല്ല സോഫ്റ്റ് ആയിട്ടുള്ള മാവാക്കി എടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ 7 ആഴിയിൽ ബട്ടർ മുറുക്ക് ഉണ്ടാക്കുന്ന ആ ഒരു അച്ചിലിട്ടിട്ടാണ് ഉണ്ടാക്കിയെടുക്കുന്നത്. അപ്പോൾ 7 ആഴിയിൽ എല്ലാ ഭാഗത്തും വെളിച്ചെണ്ണ നല്ലോണം ഒന്ന് പുരട്ടി കൊടുക്കണം. അതുപോലെ ഈ നൂൽപുട്ടിൻ്റെ ഈ ഒരു അച്ച് വെച്ചിട്ടും ഞാൻ ഓമപ്പൊടി പോലെയും ഉണ്ടാക്കിയെടുക്കുന്നുണ്ട്. അപ്പോൾ ഇത് എല്ലാ ഭാഗത്തും നല്ലപോലെ എണ്ണയാക്കി കൊടുത്തിട്ടുണ്ട്. ഇനി കുറേശ്ശെ മാവ് നമുക്ക് അതിലേക്ക് ഇട്ട് കൊടുക്കാം. അപ്പോൾ 7 ആഴിയിൽ തന്നെ പല ഷേപ്പിലുള്ള അച്ച് ഉണ്ടാവും. അപ്പോൾ നിങ്ങൾക്ക് ഏത് ഷേപ്പാണ് വേണ്ടതെന്ന് വെച്ചാൽ അതുപോലെ ചെയ്തെടുക്കാം. മുറുക്ക് പോലെ തന്നെ ആക്കണമെന്നൊന്നുമില്ല. ഇനിയിപ്പോൾ എണ്ണ നമുക്കിത് ഇതുപോലെ ഒരു പാനിലൊന്ന് ചൂടാക്കാൻ വെക്കാം. അപ്പോൾ നന്നായിട്ട് ചൂടാകുന്ന സമയത്ത് ഇതുപോലെ നമുക്ക് മുറുക്കുണ്ടാക്കിയെടുക്കാം. അപ്പോൾ സാധാരണ മുറുക്ക് റൗണ്ട് ഷേപ്പിൽ വേണമെങ്കിൽ അങ്ങനെയും ചെയ്തെടുക്കാം. അപ്പോൾ ഒരു മീഡിയം ഫ്ലെയിമിലേക്ക് തീ മാറ്റിയതിന് ശേഷം നമുക്ക് നല്ലപോലെ ഒന്ന് മൊരിയിച്ചെടുക്കണം. അപ്പോൾ പെട്ടെന്ന് തീ കൂട്ടിയിട്ട് കരിയിച്ചെടുക്കാൻ പാടില്ല. തീ നല്ലപോലെ കൂടിക്കഴിഞ്ഞാൽ കരിഞ്ഞു പോകുകയും ചെയ്യും. അതുപോലെ തന്നെ പുറം ഭാഗം നല്ല കളറായി വന്ന് ഉൾഭാഗം ക്രിസ്പിയായി പോകാണ്ട് നിൽക്കും. അപ്പോൾ ഇത് ആദ്യത്തെ ബാച്ച് നമ്മളിത് ഇതുപോലെ ഒന്ന് കോരിയെടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ എല്ലാ മാവും ഇതുപോലെ തന്നെ ഉണ്ടാക്കിയെടുക്കാം. അപ്പോൾ ഒരുപാട് അളവിലൊക്കെ ഉണ്ടാക്കിയെടുത്തു കഴിഞ്ഞാൽ നമുക്ക് 1 മാസം വരെയൊക്കെ സൂക്ഷിച്ച് വെക്കാൻ പറ്റും. അപ്പോൾ തീർച്ചയായിട്ടും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ചക്കക്കുരു ഒന്നും വെറുതെ കളയേണ്ട ആവശ്യമില്ല. വീഡിയോ ഇഷ്ടമായി ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കല്ലേ.